നമസ്കാരം. സ്മൈൽ സെൻറ്റർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ദന്തചികിത്സയിൽ OPG എക്സ്റേയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. എൻ്റെ പ്രാക്ടീസിൽ വരുന്ന എല്ലാ പുതിയ പേഷ്യൻറ്റിനും ഞാൻ നിർബന്ധമായിട്ട് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് ഈ OPG എക്സ്റേ. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാനൊരു ക്ലീനിങ്ങിന് വന്നതാണ്, എന്തിനാണ് ഈ OPG എക്സ്റേ എടുക്കുന്നത്, ക്ലീനിങ്ങിന് എന്താ എക്സ്റേയുടെ ആവശ്യം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്കായിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ OPG എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മേൽത്താടിയും കീഴ്ത്താടിയും മൊത്തത്തിൽ നമ്മളൊരു പേപ്പറിൽ അങ്ങ് പരത്തി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ചിത്രമാണ് OPG. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പിക്ചർ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ OPG എക്സ്റേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ പല്ലുകളും, വായുടെ ഉള്ളിലുള്ള എല്ലാ പല്ലുകളും, പുറത്ത് വന്നിരിക്കുന്ന പല്ലുകളും, അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഇറപ്റ്റ് ചെയ്യാത്ത പല്ലുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത് എന്നൊക്കെ പറയും, അതെല്ലാം നമുക്കിതിൽ കാണാം. ഇതിന് പുറമെ നമുക്ക് എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ചില ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിൽ കാണാം. ഇതിൻ്റെ കൂടെ നമുക്ക് ജോയിൻസ്, നമ്മുടെ ഈ താടിയെല്ലിൻ്റെ ജോയിൻസ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മാക്സിലറി സൈനസിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മൂക്കിൻ്റെ ബേസ് അതിൽ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിഞ്ഞു കിടക്കുന്ന പല്ലുകളും അതിനോട് ചേർന്നുള്ള സിസ്റ്റിക് ലീഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ക്ലീനിങ്ങിന് വരുന്നൊരു പേഷ്യൻ്റ് ആയാൽ പോലും അവരുടെ വായിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിലെ എല്ലാ പേഷ്യൻസിനും OPG നിർബന്ധമാണ്. ഇനി OPG കൊണ്ട് അവസാനിക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ OPG എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3D സ്കാൻ എടുക്കും, CBCT എന്ന് പറയും. അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക്. അപ്പോൾ അതും കൂടി എടുത്ത് വളരെ വ്യക്തത കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ OPGയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എനി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്, ബിഫോർ യു ഗോ ഫോർ എനി കൈൻഡ് ഓഫ് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്, ആൻഡ് OPG ഈസ് ഡെഫിനറ്റ്ലി എസെൻഷ്യൽ. ആ ഒരു OPG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യക്തത കിട്ടും. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ജോക്കിംഗ്ലി ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, ഓരോ വ്യക്തിയുടെയും OPG വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ ആധാർ കാർഡ് പോലെയാണ്, നിങ്ങളുടെ സിഗ്നേച്ചറാണത്. അത് ശരിക്കും ആ OPGയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ താടിയെല്ലിൻ്റെയും പല്ലിൻ്റെയും ഘടന നമുക്ക് കിട്ടുന്നു. അതൊരു റെക്കോർഡാണ് നമുക്ക്. മാത്രമല്ല, ആ ഒരു OPG നമ്മുടെ ബേസ് ലൈൻ റെക്കോർഡാണ്. നമ്മൾ അനവധി വർഷം കഴിയുമ്പോൾ ഈ OPG റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള വ്യതിയാനം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. മാത്രമല്ല, ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതും കൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.